ഉദാരമനസ്കനായ രാജാവ്. വിക്രമാദിത്യൻ വേതാളത്തിനെ മരത്തിൽ നിന്നും എടുത്ത് തോളിലേറ്റിക്കൊണ്ട് നടക്കാൻ ആരംഭിച്ചു. രാജാവേ, ഞാൻ വീണ്ടും കഥ പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. വർഷങ്ങൾക്ക് മുൻപ് അമർനാഥ് എന്ന രാജാവ് കലിംഗ രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന് സമർത്ഥനായ ബുദ്ധിമാനായ ജയകുമാരൻ എന്നു പേരുള്ള മന്ത്രിയുണ്ടായിരുന്നു. അമർനാഥ് പ്രജകളെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം ഉദാരമനസ്കനായിരുന്നു. ഇതുപോലൊരു മഹാരാജാവിനെ സേവിക്കാനായതിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ ഖജനാവിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് എനിക്ക് വിഷമം. അത്യാവശ്യ സമയത്ത് ഖജനാവിൽ പണം ഇല്ലാതെ വന്നാൽ എല്ലാവരും ആകെ ബുദ്ധിമുട്ടുകയില്ലേ? ഞാൻ രാജാവിനോട് എത്രയോ പറഞ്ഞു നോക്കി, പക്ഷെ അദ്ദേഹം ചെവിക്കൊള്ളുന്നില്ല. എന്ത് ചെയ്യാൻ? ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ഒരർദ്ധരാത്രി അദ്ദേഹം കലിംഗ രാജ്യം ഉപേക്ഷിച്ചു പോയി. സമുദ്രതീരത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണിത്? എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല. ഒരു ചെറിയ ദ്വീപ് സമുദ്രത്തിൽ നിന്നുയർന്നു വന്നു. എന്ത്? ഒരു സ്വർണവൃക്ഷമോ? അതിന്റെ ഫലങ്ങൾ എങ്ങനെ ജ്വലിക്കുന്നു? ഇതെങ്ങനെയാണെന്ന് അറിയണം. ഉടനെ അദ്ദേഹം നീന്തി ദ്വീപിലെത്തിച്ചേർന്നു. അവിടെ ഓ, ഒരു സുന്ദരിയായ പെൺകുട്ടി. ഇവളെങ്ങനെ? സ്വാഗതം. ഞാനൊരു നാഗകന്യകയാണ്. എനിക്ക് ഈ ലോകം വളരെ ഇഷ്ടമായതിനാൽ ദിവസേന ഞാൻ ഇവിടെ വന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാറുണ്ട്. രാജാക്കന്മാരെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാജാക്കന്മാരിൽ ഒരാളെയെങ്കിലും എനിക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അത് ശരി. ശരി, എടുത്തുകൊള്ളൂ. ഇവിടെ നിന്ന് താങ്കൾക്ക് എത്ര സ്വർണം വേണമെങ്കിലും എടുത്തുകൊണ്ടുപോകാം. പക്ഷേ അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി മാത്രമേ ഉപയോഗിക്കാവൂ. അവിടെ നിന്ന് ആവുന്നത്ര സ്വർണവും എടുത്തുകൊണ്ട് ജയകുമാരൻ പുറപ്പെട്ടു. മഹാരാജൻ, ഞാനൊരു നാഗകന്യകയെ കണ്ടു. അവരെനിക്ക് സ്വർണം തന്നു. അവർ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു. നാം അവളെ കണ്ടാൽ നമ്മുടെ പ്രജകൾക്ക് സന്തോഷത്തോടുകൂടിയും സമൃദ്ധിയായും ജീവിക്കാം. ഉടൻ തന്നെ രണ്ടുപേരും ദ്വീപിലേക്ക് പുറപ്പെട്ടു. സമുദ്രതീരത്തെത്തിയപ്പോൾ മുൻപത്തെ പോലെ ദ്വീപ് ഉയർന്നു വന്നു. ജയകുമാരൻ, ഇവിടെ നിൽക്കൂ, നാം ഇപ്പോൾ വരാം. അമർനാഥ് ദ്വീപിലെത്തി. അദ്ദേഹത്തെ കണ്ടപ്പോൾ ആ പെൺകുട്ടി, മഹാരാജാവേ, എന്നെ ഒരു രാക്ഷസൻ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ തടവിലാക്കിയിരിക്കുകയാണ്. എന്നെ സ്വതന്ത്രയാക്കണമെങ്കിൽ അയാൾക്കൊരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാനൊരു രാജാവിനെ കാണാൻ ആഗ്രഹിച്ചത്. അങ്ങൊരു രാജ്യം തന്നാൽ ഞാൻ സ്വതന്ത്രയാവും. അയ്യോ പാവം. ശരി, നാം നമ്മുടെ രാജ്യം നൽകാം. എനിക്ക് സന്തോഷമായി മഹാരാജാവേ. യഥാർത്ഥത്തിൽ ഞാനൊരു നാഗരാജകുമാരിയാണ്. അങ്ങയെപ്പോലൊരു രാജാവിനെ വിവാഹം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ മുതൽ അങ്ങായിരിക്കും നാഗരാജാവ്. രണ്ടുപേരും വിവാഹം കഴിച്ചു. ദ്വീപ് സമുദ്രത്തിലേക്ക് മുങ്ങിത്താഴ്ന്നു. ജയകുമാരൻ ദിവസങ്ങളോളം കാത്തുനിന്നു. രാജാവ് വരാതിരുന്നപ്പോൾ അദ്ദേഹം സ്വയം മരിച്ചു. വേതാളം കഥ നിർത്തിയിട്ട് ചോദിച്ചു, പറയൂ മഹാരാജാവേ, മന്ത്രിയുടെ മരണത്തിന് ആരാണ് ഉത്തരവാദി? മന്ത്രിയുടെ മരണത്തിന് ഉത്തരവാദി മറ്റാരുമല്ല, മന്ത്രി തന്നെയാണ്. അദ്ദേഹം തന്റെ കടമയിൽ നിന്നും വ്യതിചലിച്ചില്ലായിരുന്നെങ്കിൽ ഈ സംഭവങ്ങളൊന്നും നടക്കില്ലായിരുന്നു. ശരിയായ ഉത്തരമാണ്. ഞാൻ പോവുകയാണ്. വൃക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന വേതാളത്തിനെ വിക്രമാദിത്യൻ പിന്തുടർന്ന് ചെന്നു.